ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സെങ്ങനെയോ അങ്ങനെയായിരിക്കും ഈ പ്രപഞ്ചവും. നമ്മുടെ ഉള്ളിൽ നല്ല ഗുണങ്ങളാണെങ്കിൽ എല്ലായിടത്തും നന്മ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അതിനാൽ നാം എപ്പോഴും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കവി പറയുകയാണ്, ഉള്ളത്തിൽ വെണ്മയില്ലെങ്കിൽ തെല്ലും നന്മ കാണില്ല നാമെങ്ങും, തിങ്ങോമസൂയയാലുള്ളം കറക്കുകിൽ എങ്ങെങ്ങും കൂരിരുൾ മാത്രം. മനസ്സെങ്ങനെയോ അങ്ങനെയാണ് മനുഷ്യൻ. മനസ്സ് എപ്രകാരമുള്ളതാണോ അപ്രകാരത്തിൽ ഈ ലോകത്തെ വീക്ഷിക്കുമ്പോൾ തൻ്റെ സ്വഭാവം തന്നെയാണ് ലോകത്തിലും പ്രതിഫലിക്കുക. അതിനാൽ നാം ശുദ്ധമാക്കേണ്ടതും നാം ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ തന്നെ മനസ്സിനെ തന്നെയാണ്. ഉള്ളത്തിൽ വെണ്മയില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നന്മ ഇല്ലെങ്കിൽ നന്മ കാണില്ല നാമെങ്ങും. നമ്മുടെ ഉള്ളിൽ നന്മയില്ലെങ്കിൽ നമുക്കെവിടെയും നന്മ കാണാൻ സാധിക്കുകയില്ല. നമ്മളിൽ മാറ്റം വരുത്തിയാൽ, നന്മ നിറഞ്ഞ ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ കാണുന്നതെല്ലാം നന്മയായി ഭവിക്കും. ഒരിക്കൽ ഒരു തീർത്ഥാടക സംഘം ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര പോകുമ്പോൾ അതിർത്തിയിൽ ചില കാവൽക്കാരുണ്ടായിരുന്നു. ആ കാവൽക്കാരോട് ഈ തീർത്ഥാടക സംഘത്തിലെ നേതാവ് ചോദിച്ചു, അല്ല, നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അതിനടുത്ത് നിന്നിരുന്ന ഒരു സന്യാസി വര്യൻ, ഒരു സ്വാമി ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ എങ്ങനെയുള്ളതാണ് എന്ന്. അപ്പോൾ ആ തീർത്ഥാടക സംഘത്തിലെ നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം മഹാദുഷ്ടന്മാരാണ് എന്ന്. ഇത് കേട്ടപ്പോൾ ആ സന്യാസി വര്യൻ പറഞ്ഞു, ഈ നാട്ടിലുള്ളവരും ദുഷ്ടന്മാർ തന്നെയാണ് എന്ന്. ഓ, ദുഷ്ടന്മാരുടെ സ്ഥലത്തേക്ക് എന്തിനാ പോകുന്നത്? അവർ യാത്ര മതിയാക്കി തിരിച്ചുപോയി. അതിനുശേഷം രണ്ടാമതൊരു സംഘം കൂടെ വന്നു. രണ്ടാമതും സംഘം വന്നപ്പോഴും ഇതേ ചോദ്യം ചോദിച്ചു, ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം എങ്ങനെയുള്ളതാണ് എന്ന്. അപ്പോൾ ആ തീർത്ഥാടക സംഘക്കാരൻ പറഞ്ഞു, ആദ്യം ചോദിച്ചു നിങ്ങളുടെ നാട്ടിലുള്ളവരെങ്ങനെയാണ്. അപ്പോൾ സന്യാസി വര്യൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലുള്ളവരെങ്ങനെയാണ് എന്ന്. അപ്പോൾ പറഞ്ഞു, എൻ്റെ നാട്ടിലുള്ളവരെല്ലാം വളരെ നല്ലവരാണ്, പരസ്പര സഹായികളും അനുസരണമുള്ളവരും ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്യാസി വര്യൻ പറഞ്ഞു, ഈ നാട്ടിലുള്ളവരും വളരെ നല്ലവരാണ് എന്ന്. അപ്പോൾ അവർ ആ നാട്ടിലേക്ക് യാത്ര പോയി. നന്മ കാണുന്ന ഒരാൾക്ക് എവിടെയും നോക്കുന്നിടത്തെല്ലാം നന്മയായിരിക്കും. നന്മ കാണണമെങ്കിൽ തൻ്റെ മനസ്സ് നന്മ നിറഞ്ഞതായിരിക്കണം. നന്മ നിറഞ്ഞ ഒരു മനസ്സുകൊണ്ട് നോക്കുന്നതെല്ലാം നന്മയായിരിക്കും. തിന്മ നിറഞ്ഞ ഒരു മനസ്സുകൊണ്ടാണ് നോക്കുന്നതെങ്കിൽ കാണുന്നതെല്ലാം തിന്മയായിരിക്കും. ആ ഒരേ നാട്ടുകാരെ കുറിച്ചാണ് ആ സന്യാസി വര്യൻ രണ്ടഭിപ്രായം പറഞ്ഞത്. കാരണം വന്ന് ചോദിക്കുന്ന വ്യക്തിയുടെ മനോഭാവം എപ്രകാരത്തിലുള്ളതാണോ ആ മനോഭാവമായിരിക്കും ഇവിടത്തുകാരിലും പ്രതിഫലിക്കുക. തിന്മ നിറഞ്ഞ ഒരു മനുഷ്യന് തിന്മ മാത്രമേ കാണുകയുള്ളൂ. നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ നന്മ മാത്രം കാണും. നമ്മുടെ എല്ലാ വ്യക്തികളിലും നന്മയും തിന്മയുമുണ്ട്. എൻ്റെ ഉള്ളിൽ നന്മയാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിലെ നന്മയെ കണ്ട് അത് ഞാൻ സ്വംശീകരിക്കാൻ നോക്കും. എന്നിൽ തിന്മയാണ് കൂടുതൽ ഉള്ളതെങ്കിൽ എനിക്ക് ആ മനുഷ്യനിലെ തിന്മയായിരിക്കും ഞാൻ ആദ്യം കാണുന്നത്. ആ തിന്മ
എന്നിൽ സ്വാംശീകരിക്കാൻ ഞാൻ ശ്രമിക്കും. ഇതാണ് ഒരു മനഃശാസ്ത്രപരമായ ഒരു വീക്ഷണം. ഈ വീക്ഷണം നാം പരമസത്യമായ അനുഭവമാണ്. അതിനാൽ നാം എപ്പോഴും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതാണ്. നാം എപ്രകാരമാണോ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് നാം നോക്കുന്നത്, അപ്രകാരം ആ ചുറ്റുപാടും ശുദ്ധമായിരിക്കും. ഒരിക്കൽ ഒരമ്മ അടുത്ത വീട്ടിലെ അമ്മയെ കണ്ട് തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, നോക്കൂ, ആ അമ്മയുടെ വസ്ത്രം എത്ര മുഷിഞ്ഞതാണ്, എന്താ അതിന് സോപ്പില്ലേ, വെള്ളമില്ലേ, ഒന്ന് അലക്കിക്കൂടെ എന്ന് ചോദിച്ചു. കാര്യം മനസ്സിലായ വീട്ടുകാരൻ അന്ന് രാത്രി അവരുടെ ജനലിൻ്റെ ഗ്ലാസ് ചില്ല് തുടച്ച് വൃത്തിയാക്കിയ ശേഷം പിറ്റേ ദിവസം ആ വീട്ടമ്മ അടുത്ത വീട്ടിലെ അമ്മ മുറ്റം അടിച്ചു വാരുന്നത് കണ്ട് ഭർത്താവിനോട് പറഞ്ഞു, ദേ നോക്കൂ, ഞാൻ പറഞ്ഞത് അവർ കേട്ടു എന്ന് തോന്നുന്നു. ഇന്നവർ നല്ല വൃത്തിയുള്ള വസ്ത്രമാണല്ലോ ധരിച്ചിരിക്കുന്നത് എന്ന്. ഇന്നലെ അവർ അലക്കിയില്ല എന്ന് പറഞ്ഞു, മുഷിഞ്ഞ വസ്ത്രമാണ് എന്ന് പറഞ്ഞു. ഇന്നാകട്ടെ അവർ നല്ല വൃത്തിയുള്ള വസ്ത്രമാണ് ധരിച്ചത് എന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നമ്മുടെ ഈ ജനലിൻ്റെ ഗ്ലാസുകൾ ഇന്നലെ പൊടിയും പടലവും നിറഞ്ഞ് അഴുക്കുള്ളതായിരുന്നു. ആ അഴുക്കിലൂടെ നോക്കിയപ്പോഴാണ് അപ്പുറത്ത് മുഷിഞ്ഞ വസ്ത്രം കാണാനിട വന്നത്. ഞാൻ ഇന്നലെ രാത്രി നനഞ്ഞ തുണി കൊണ്ട് ആ ജനൽപ്പാളികൾ തുറച്ച് വൃത്തിയാക്കിയപ്പോൾ അപ്പുറത്തെ സ്ത്രീയുടെ വസ്ത്രം നല്ല വൃത്തിയുള്ളതായി കണ്ടു. ഇപ്പോൾ ആരുടേതാണ് വൃത്തിയും വൃത്തികേടും എന്നിതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അവിടെ നമ്മുടെ ജനലിലുള്ള അഴുക്കാണ് അപ്പുറത്ത് പ്രതിഫലിച്ചത്. അപ്രകാരം നമ്മുടെ മനസ്സിലുള്ള അഴുക്കാണ് ലോകത്തിലും നാം കാണുന്നത്. നമ്മുടെ മനസ്സ് നന്നായാൽ കാണുന്നതെല്ലാം നല്ലതായിരിക്കും. ഈ ഉദാഹരണങ്ങൾ എപ്പോഴും നാം ഓർമ്മിക്കേണ്ടതാണ്. ഉള്ളത്തിൽ വെണ്മയില്ലെങ്കിൽ തെല്ലും നന്മ കാണില്ല നാം എങ്ങും. തിങ്ങോമസൂയയാൽ ഉള്ളം കറുക്കുകൾ എങ്ങെങ്ങും കൂരിരുൾ നിറഞ്ഞു നിൽക്കുന്ന അസൂയ എന്നാൽ മറ്റുള്ളവർ നന്നാവുന്നത് സഹിച്ചുകൂടാത്ത അവസ്ഥയ്ക്കാണ് അസൂയ എന്ന് പറയുന്നത്. എന്നെപ്പോലെ മറ്റുള്ളവർ വളരുന്നത് എനിക്കിഷ്ടമില്ലാത്ത അവസ്ഥയാണ് അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന് കൂരിരുൾ മാത്രമായിരിക്കും എവിടെ നോക്കുമ്പോഴും. ആ അസൂയയെ, നമ്മളിലുള്ള അസൂയ, പക, വിദ്വേഷം, പ്രതികാരം മുതലായവ നീക്കം ചെയ്ത് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ എന്തൊരാനന്ദമായിരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഇതാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ഉള്ളത്തിൽ വെണ്മയില്ലെങ്കിൽ തെല്ലും നന്മ കാണില്ല നാം എങ്ങും. തിങ്ങോമസൂയയാലുള്ളം കറുക്കുകൾ എങ്ങെങ്ങും കൂരിരുൾ തിങ്ങും.